വിനേഷിലേക്ക് മടങ്ങിയെത്താം. നമ്മോടൊപ്പം ഈ രക്ഷാദൌത്യത്തിൽ പങ്കുചേരുന്ന രഞ്ജിത്ത് ഇസ്രായേൽ കൂടിയുണ്ട്. അവിടെ ഷിരൂരിൽ നിന്ന് തത്സമയം. രഞ്ജിത്ത്, ഇന്നലെ റവന്യൂ മന്ത്രി പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നില്ല നമ്മൾ. 98% അത് നീക്കം ചെയ്തു, അവിടെ ഇല്ല എന്നുള്ള ആ വാദം. രഞ്ജിത്ത് അവിടെ നേരിട്ട് ഇടപെട്ടതാണല്ലോ. രഞ്ജിത്തിന് എന്താണ് തോന്നുന്നത്? രഞ്ജിത്ത് എന്താണ് അനുമാനിക്കുന്നത്? എന്താണ് പ്രതീക്ഷിക്കുന്നത്? രഞ്ജിത്തിന് കേൾക്കാമോ? സമയപരിധി കൊണ്ട് ഇടപെടുകയാണ്. പെട്ടെന്ന് പറഞ്ഞു തീർക്കുകയാണ്. ഹലോ, നമ്മള് ഗ്രൗണ്ട് സെർച്ച് കണ്ടിന്യൂ ചെയ്ത് തന്നെയാണ്. നേവിയുടെ കൊണ്ട് എന്റെ നാട്ടിൽ യൂണിറ്റ് വാട്ടർ യൂണിറ്റ് ഫസ്റ്റ് ഡേ തൊട്ട് ഓൺ ദ ഇൻസിഡന്റ് സമയം തൊട്ട് ഈ ഇന്നലെ 6 ഡേ വരെ പൂർണ്ണമായിട്ട് സെർച്ച് ചെയ്യുന്നുണ്ട്. പൂർണ്ണമായിട്ട് സെർച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ വാട്ടറിലെ ഒരു സംശയം ഉണ്ടായിരുന്നു. അതും ഉച്ചയ്ക്ക് NDRF CO സാർ ഇപ്പൊ നോക്കിയത് ഒരു വുഡ് മെറ്റീരിയൽ മാത്രമായിരുന്നു. ഹലോ, അപ്പൊ കരയിൽ തുടരും, സെർച്ച് തുടരും. ഗ്രൗണ്ട് സെർച്ച് ആർമി യൂണിറ്റ് വന്നിട്ടുണ്ട്. അവരതിനകത്ത് സെർച്ച് തുടരും. സെർച്ച് ഒന്നും ആയിട്ടില്ല, 90% ഒന്നും ആയിട്ടില്ല. ആ സെർച്ച് ഇനിയിപ്പം ഭാരത് ബെൻസിൽ ഓരോടെ GPS ലൊക്കേഷൻ കാണിച്ച് ആ സ്ഥലത്ത് വലിയ ബോർഡർ കിടപ്പുണ്ട്. അത് ബ്രേക്ക് ചെയ്തുകൊണ്ട് സെർച്ച് കണ്ടിന്യൂ ചെയ്താണ്. കാരണം നമുക്ക് സംശയമുള്ള സ്ഥലങ്ങളെല്ലാം ആ മണ്ണ് മാറ്റി പരിശോധിച്ചാൽ പറ്റുള്ളൂ. പിന്നെ ലാൻഡ് റിവർ സൈഡിലുള്ള മണ്ണ് മാറ്റണം. ഇതെല്ലാം പറഞ്ഞല്ലോ ഒരു ഹെവി ടാസ്ക്, ഹെർക്കുലിയൻ ടാസ്ക് ആണ്. ഇപ്പം ശക്തമായ മഴയും പെയ്യാണ്. ഈ മഴയാണ് നമ്മളെ ഈ താമസിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം. മാക്സിമം നമ്മള് നൈറ്റ് വർക്ക് ചെയ്യാൻ ഞാൻ റെഡിയാണ്. നൈറ്റ് വർക്കൗട്ട് ചെയ്യാൻ റെഡിയാണ്. മഴ കൊണ്ടോ ഈ നൈറ്റ് വർക്കൗട്ട് ചെയ്യാൻ പെർമിഷൻ കിട്ടിയിട്ടില്ല. ഇത് കൊളയടിയാനുള്ള ചാൻസും കൊളാപ്സ് ചാൻസും ഈ ലാൻഡ് സ്ലൈഡിംഗ് വീൺ ചാൻസ് കൊണ്ട് അഡ്മിനിസ്ട്രേഷൻ നൈറ്റ് വർക്കൗട്ട് ഒരു കാരണം സമ്മതിച്ചിട്ടില്ല. അല്ലെങ്കിൽ നൈറ്റ് വർക്ക് ഞാൻ റെഡി തന്നെയാണ്. NDRF യൂണിറ്റ് റെഡി തന്നെയാണ്. നമ്മൾ ഒരു വിട്ടുവീഴ്ച 24 മണിക്കൂർ ചെയ്യാൻ റെഡി തന്നെയാണ്. ഒരു സമയം വെറുതെ ഇരിക്കുന്നില്ല. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള സെർച്ചിങ് നടക്കുന്നത്. ഇന്ത്യൻ ആർമി യൂണിറ്റ് വന്നിട്ടുണ്ട്. അവര് ബാക്കി കാര്യങ്ങളെന്ന് വെച്ചാൽ ഓരോ ജോയിന്റ് ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മളിപ്പം പോയ ഈ ചെയ്ത ഗ്രൗണ്ട് സെർച്ചിങ് നെഗറ്റീവ് ആയിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും വളരെ അവർ പറഞ്ഞാൽ ക്ലിയർ കട്ടായിട്ട് എല്ലാം പോകുന്നതെല്ലാം. വെള്ളത്തിലുണ്ട് ഇത്ര 6 ദിവസമായിട്ട് സെർച്ച് നടക്കുകയാണ്. അത് അതിന്റെ പാരലായിട്ട് ആ സെർച്ച് നടക്കുകയാണ്. അതുപോലെ ഗ്രൗണ്ട് സെർച്ച് ആവശ്യമാണ്. രണ്ടിലും നമുക്ക് ഉറപ്പ് വരുത്തണം ട്രക്ക് എവിടെയാന്നുള്ളത്. റഡാർ കൊണ്ടുവരണം. ഇല്ല, നിങ്ങൾ മാധ്യമ പ്രവർത്തനം അതിന്റെ ഉള്ളിൽ കയറിയാണല്ലോ. രാവിലെ വൈകിട്ട് അതിന്റെ കയറാൻ നിങ്ങൾക്ക് അനുമതി കിട്ടിയാന്നല്ലോ പോലീസിന്. അത് കണ്ടാണോ? അത് കാണാമല്ലോ. നിങ്ങൾക്ക് തന്നെ വീഡിയോ കൂടെ കാണാമല്ലോ. 90% അവരുടെ വഴി ഒന്നും മാറ്റിയിട്ടില്ലാന്ന് നമുക്കറിയാലോ. അത് അത്രയും വലിയ കൊളേഷൻ നടന്ന സ്ഥലത്ത് 90% മണ്ണ് മാറ്റുകയെന്ന് പറഞ്ഞത് എന്തുവാണ് പെട്ടെന്ന് നമ്മൾ ചെയ്യാൻ സാധ്യമായിട്ടുള്ള ഒരു സൂപ്പർ ഹ്യൂമൻ പവർ ഇല്ല. സാധ്യമായ കാര്യങ്ങളെല്ലാം എല്ലാം ചെയ്യാൻ ടെക്നോളജിയും കൂടെ വരുമ്പോൾ നമുക്കിത് ഈ മിഷൻ പൂർണ്ണമാക്കാൻ പറ്റും. ഒരു നല്ല ടെക്നോളജി അതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ, അതായത് ഒരു ഹൈ പെൻട്രേറ്റിംഗ് റഡാർ GPS-നേക്കാളും മേളിലുള്ള, അല്ല എന്തെങ്കിലും മറ്റേ 2 അടി പോകുന്ന വെറുതെ ആഴ്ച വെറും ഒരു മോശപ്പെട്ട മെറ്റൽ ഡിറ്റക്ടറിനെക്കാളും ഏറ്റവും മികച്ചായിട്ടുള്ള ഒരു ഹൈ പെൻട്രേറ്റിംഗ് റഡാർ ഉണ്ടെന്ന് വണ്ടി ഫൈൻഡ് ഔട്ട് ചെയ്യാമായിരുന്നു. ഈ സാധ്യതയുള്ള സ്ഥലം എത്തിയിട്ടില്ല. ഇന്ന് എത്തുമെന്നാണ് ആർമിയിലെ കമാൻഡിംഗ് ഓഫീസർ സാർ പറഞ്ഞത്. ഇന്ന് എത്രയും പെട്ടെന്ന് എത്തിക്കോ. ഞാൻ ഇന്ന് വന്നടനെ ഞാൻ കളക്ടറോട് ആവശ്യപ്പെട്ടായിരുന്നു. നേരിട്ട് തന്നെ ആവശ്യപ്പെട്ടായിരുന്നു. ഞാൻ ഇന്നലെ 2-3 പ്രാവശ്യം ആർമി കമാൻഡിംഗ് ഓഫീസർ സാറിനോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹൈ പെൻട്രേറ്റിംഗ് പവർ ഈ റഡാർ ഉണ്ടെങ്കിൽ നമുക്ക് വളരെയധികം ട്രക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പിന്നെ നമുക്ക് എങ്ങനെയെങ്കിലും അങ്ങനെ കയറാം. ഞാൻ പറഞ്ഞല്ലോ എങ്ങനെയാണ് അവിടെ കയറാൻ പറ്റിയത്. അല്ല, നമുക്ക് വേറെ ഒരു എക്സ്ട്രാ ഹ്യൂമൻ പവർ സെൻസ് എടുക്കാനുള്ളത്. നമ്മൾ മാക്സിമം ഈ മഴയത്തെ ഈ പ്രതികൂലമായ കാലാവസ്ഥ നിങ്ങൾ റിപ്പോർട്ടേഴ്സ് തന്നെ കാണുന്നുണ്ടല്ലോ എന്തോന്ന് പ്രതികൂല അവസ്ഥ നമ്മൾ കാര്യം ചെയ്യുന്നുള്ളത്. അവരെല്ലാം സാക്ഷിയാണല്ലോ. അതിന്റെ ബന്ധുക്കളിന്റെ അകത്ത് ഈ ഗ്രൗണ്ട് സീറോ ഈ നടന്ന ഇൻസിഡന്റ് പ്ലേസ് തന്നെ നമ്മുടെ ചെയ്യുന്നതെല്ലാം വീക്ഷിക്കുന്നുണ്ട് അവരെല്ലാം. അതുപോലെ ചെയ്യുന്നുണ്ട് നമ്മളെ കാര്യങ്ങളെല്ലാം. ഒരു ഇതും വരുത്തുന്നില്ല. അതുപോലെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് കാര്യങ്ങളെല്ലാം. ആർമിയും NDRF എല്ലാം ഹൈലി സപ്പോർട്ടീവായിട്ടെല്ലാം എല്ലാം മുന്നോട്ട് നീങ്ങണം. അവൾ എത്രയും പെട്ടെന്ന് അത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. കാരണം അത്രയും വലിയൊരു ലാൻഡ് സ്ലൈഡിങ് നടന്നത്. അപ്പൊ നമുക്ക് അത്ര ഒരു ടെക്നോളജി കിട്ടാത്തതുകൊണ്ട് അതാണ് ഈ സമയം താമസിക്കും. പിന്നെ മഴയുടെ പ്രശ്നമുണ്ട്. രഞ്ജിത്തിന് പോകണമെന്നറിയാം. ഒരു കാര്യം, ഈ ഇത്രമാത്രം സയന്റിഫിക് ആയിട്ടുള്ള പരിശോധന ഇല്ലാതെയാണോ ഉത്തരവാദിത്തപ്പെട്ട റവന്യൂ മന്ത്രി അങ്ങനെ പറയുന്നത്? ഞാനും അവരെ കുറ്റപ്പെടുത്താനോ അഡ്മിനിസ്ട്രേഷൻ കുറ്റപ്പെടുത്താനുള്ള സമയമല്ല. ഞാൻ പറഞ്ഞില്ല, എനിക്കത് പരിമിതികളുണ്ട്. എനിക്ക് എങ്ങനെയെങ്കിലും അർജുന്റെ ട്രക്ക് ഫൈൻഡ് ഔട്ട് അതിൽ നിന്ന് അർജുനെ ഇവാക്യുവേറ്റ് എടുക്കുക. അത് മാത്രമാണ് എന്റെ ലക്ഷ്യം. അതാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. വേറെ ഇപ്പം ഒരു തടസ്സപ്പെടുത്താൻ പാടില്ല. MLA ഒക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഇന്നലെ വരെ പുള്ളി സപ്പോർട്ട് എനിക്ക് ഇന്നത്തെ കാര്യം ആൾക്കാരായിരുന്നു. ഇന്നലെ വരെ എല്ലാം സപ്പോർട്ടീവ് ആയിരുന്നു. എത്രയും പെട്ടെന്ന് സെർച്ച് നടന്നത് ഞങ്ങളാണ്. നമ്മള് അഹോരാത്രം നമ്മളെ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അതില്ല, നമ്മൾ ചെയ്യാൻ റെഡിയാണ് നമ്മുടെ സഹോദരന് വേണ്ടി. പിന്നെ ഇവര് ഫോഴ്സ് അവരുടെ പോലീസിന് നമ്മൾ ആവശ്യപ്പെട്ടൊന്നുമില്ല. പിന്നെ വന്നത് കേന്ദ്രത്തിന്റെയാണ്. NDRF കേന്ദ്ര സർക്കാരിന്റെയാണ്. ആർമി കേന്ദ്രത്തിന്റെയാണ്. ഇവർ രണ്ടും നമുക്ക് ഈ ഫോഴ്സ് മാത്രമല്ല, നമുക്ക് വേറെ അവരുടെ പോലീസിന്റെ നമുക്ക് അവന്റെ ആവശ്യമില്ല.
നമ്മുടെ NDRF നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ ഇന്ത്യൻ സൈന്യം കൂടെ ഉണ്ട്. അത് രണ്ടുമാണ്, രണ്ട് കേന്ദ്രത്തിന്റെയാണ്. ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഡബിൾ സ്ട്രോങ് ആണത്. ഇത് ചെയ്യാത് മുഖത്ത് ക്ഷീണോ കാര്യങ്ങളോ ഒന്നും വിഷയമല്ല, മനസ്സ് ക്ഷീണിച്ചിട്ടില്ല. ഈ അർജുന്റെ ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ തന്നെയാണ് ആ ഗ്രൗണ്ട് പൂർണ്ണമായിട്ടും. അത് തന്നെയാണ് ആർമി സീറ്റ് വെക്കുന്നത്, NDRF വാട്ടറിൽ സെർച്ചിങ് പാരലായിട്ട് നടക്കുന്നുണ്ട്. ബോട്ട് ചെയ്യുന്നതുകൊണ്ട് പാരലായിട്ട് സെർച്ചിങ് നടക്കുന്നുണ്ട്. അത് ഗ്രൗണ്ട് സെർച്ചിങ് അതിന്റെ രീതി തന്നെ മുന്നോട്ട് പോകണം. ഞാൻ ഇടപെടുകയാണ് പോകാനുള്ള ശരി ശരി രഞ്ജിത്ത്, ഞാൻ തടസ്സപ്പെടുത്തില്ല, വേഗം പോയിക്കോളൂ, ഒരു പ്രശ്നമില്ല. രഞ്ജിത്ത്, എന്നാലും വലിയ സല്യൂട്ട് രഞ്ജിത്ത് ഉൾപ്പെടുന്ന രക്ഷാപ്രവർത്തകർക്ക്. ഇത്രമാത്രം കരുതലോടുകൂടി സുരക്ഷിതമായി തന്നെ ആ രക്ഷാപ്രവർത്തനം നടത്തുക. കാരണം അവിടെ വലിയ മണ്ണിടിച്ചിൽ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. വളരെ സുരക്ഷിതമായി രക്ഷാപ്രവർത്തനം നടത്തുക. അർജുനിലേക്ക് എത്താൻ രഞ്ജിത്തിനും സംഘത്തിനൊക്കെ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എന്നാലും അവരെടുക്കുന്ന എഫേർട്ട് കൂടി ഈ സമയത്ത് നമ്മൾ കാണണം. രഞ്ജിത്തിന്റെയൊക്കെ